നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇനിയുള്ള 1 മണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തും. മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ് ആദ്യം. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 1 മരണം. തിരുവനന്തപുരത്ത് വള്ളം മറിഞ്ഞ് മീൻപിടുത്ത തൊഴിലാളിയെ കാണാതായി. പലയിടങ്ങളിലും നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനെ തുടർന്നുള്ള ന്യൂനമർദ്ദമാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ കാരണം. കണ്ണൂർ ആറളം ഫാമിൽ ഇടിമിന്നലേറ്റ് ചെത്തുതൊഴിലാളി രാജീവൻ മരിച്ചു. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി. തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ കടൽക്ഷോഭത്തിൽ വള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായി. 3 പേർ നീന്തി രക്ഷപ്പെട്ടു. പള്ളിത്തുറയിൽ കടലാക്രമണം രൂക്ഷമാണ്. ഞായറാഴ്ച മുതൽ കിടന്ന് ദുരിതമനുഭവിക്കുന്നു. ഒരൊറ്റ മനുഷ്യരും നമ്മളെ തിരിഞ്ഞു നോക്കാനോ നമുക്കൊരു ആനുകൂല്യം തന്നിട്ടുമില്ല. കോഴിക്കോട് ബേപ്പൂർ തുറമുഖത്ത് നിന്ന് കടലിൽ ഒഴുകിപ്പോയ 9 ഫൈബർ വള്ളങ്ങളെ മത്സ്യത്തൊഴിലാളികൾ കരക്കെത്തിച്ചു. നദികൾ കരകവിഞ്ഞതിനെ തുടർന്ന് പലയിടത്തും ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീതിയിലാണ്. മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് 134 അടിയായി. ന്യൂസ് ഡെസ്ക് 24. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ പുന്നപ്പുഴയിലെ ശക്തമായ കുത്തൊഴുക്കിൽ ബെയിലി പാലത്തിലെ സംരക്ഷണ കവചത്തിൽ വിള്ളൽ. സംരക്ഷണ ഭിത്തി ബലപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. ഇന്നലെ വെള്ളക്കെട്ടുണ്ടായ റോഡിലെ നിർമ്മാണ പ്രവൃത്തികൾ നാട്ടുകാർ തടഞ്ഞു. ഇന്നലെ വില്ലേജ് ഓഫീസറെ തടഞ്ഞ പ്രദേശവാസികൾക്കെതിരെ കേസെടുത്തതിൽ വൈകിട്ട് UDF-ന്റെ പ്രതിഷേധ സംഗമം നടക്കും. കുത്തിയൊലിച്ചൊഴുകുകയാണ് ചൂരൽമല പുന്നപ്പുഴ. 2 ദിവസങ്ങളിലായി പെയ്ത മഴയിൽ ബെയിലി പാലത്തിന്റെ സംരക്ഷണ ഭിത്തിക്ക് വിള്ളലുണ്ടായി. 3 ഇടങ്ങളിലാണ് വിള്ളൽ. സംരക്ഷണ ഭിത്തി ബലപ്പെടുത്താനുള്ള നടപടികൾ തുടരുകയാണ്. 3 വാർഡുകളിലെയും എല്ലാ കുടുംബങ്ങൾക്കും ആശ്വാസം എത്തിക്കുമെന്ന സംസ്ഥാന സർക്കാർ പ്രഖ്യാപനം പാലിക്കണമെന്ന് ടി സിദ്ദിഖ് MLA. ഇവിടെയുള്ള ആളുകൾക്ക് സമ്പൂർണ്ണമായ ആശ്വാസവും ഒരു ലിസ്റ്റ് സമ്പൂർണ്ണമായി പ്രഖ്യാപിക്കണ്ടേ? ഒരു മാസം കൂടെ കഴിഞ്ഞാൽ 1 വർഷമാവുകയാണല്ലോ. ലിസ്റ്റ് പോലും സമ്പൂർണ്ണമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. അതൊക്കെ സർക്കാർ പ്രഖ്യാപിച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തി ഈ പ്രശ്നത്തിന് മുഴുവൻ ശാശ്വതമായ പരിഹാരം കാണാനുള്ള നടപടികൾ. സ്കൂൾ റോഡിലെ നിർമ്മാണ പ്രവൃത്തികൾ പടവെട്ടിക്കുന്ന് നിവാസികൾ തടഞ്ഞു. കനത്ത മഴയിൽ ഇന്നലെ റോഡിലൂടെയാണ് പുഴ ഒഴുകിയിരുന്നത്. 58 ലക്ഷം മുടക്കിയിട്ട് ഈ റോഡ് നന്നാക്കിയത് കഴിഞ്ഞ മെയിൽ വന്ന മഴയ്ക്ക്. ഇന്നലത്തെ മഴയ്ക്ക് ഈ റോഡ് പോയി. വീണ്ടും ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെ ആരുടെ സ്വാർത്ഥ താല്പര്യപ്രകാരം വലിയ JCB കൊണ്ട് ഇവിടെ പണി തുടങ്ങി. ഈ സ്കൂൾ റോഡ് പടവെട്ടിക്കുന്നിലെ ബാക്കി വന്ന വീടുകളുടെ പുനരധിവാസം ബന്ധപ്പെട്ടിട്ട് ഒരു അന്തിമ തീരുമാനം വന്നതിന് ശേഷം മതി ഇവിടെ റോഡ്. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇവിടെ തവിഞ്ഞാൽ പഞ്ചായത്തിലെ വാഴകൃഷി ഉൾപ്പെടെ വെള്ളത്തിലായി. കല്ലൂരിൽ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് പുഴങ്കുനി ഉന്നതിയിലെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്നലെ വെള്ളാർമല വില്ലേജ് ഓഫീസറെ തടഞ്ഞ സംഭവത്തിൽ 6 ചൂരൽമല സ്വദേശികൾക്കെതിരെ പോലീസ് കേസെടുത്തു. 24 വയനാട്. റോഡിലെ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ ബൈക്ക് വെട്ടിച്ച യുവാവിന് ബസ്സിനടിയിൽപ്പെട്ട് ദാരുണാന്ത്യം. തൃശൂർ പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്താണ് MG റോഡിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചത്. സംഭവത്തിൽ തൃശൂർ മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ കൗൺസിലർമാർ റോഡ് ഉപരോധിച്ചു. രാവിലെ 7:45 വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വരികയായിരുന്നു വിഷ്ണുദത്തും അമ്മ പത്മിനിയും. റോഡിലെ കുഴിയിൽ നിന്നും മാറാൻ വേണ്ടി വാഹനം വെട്ടിച്ചപ്പോഴാണ് സ്കൂട്ടർ ബസ്സിനടിയിലേക്ക് വീണത്. വിഷ്ണുവിന്റെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുതര പരിക്കുകളോടെ അമ്മ പത്മിനിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു ശബ്ദം കേട്ടപ്പോൾ ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഓടി വന്നപ്പോൾ ബസ്സിന്റെ ഫ്രണ്ട് റൈഡിൽ ഒരാളെ ആക്സിഡന്റ് ആയ ആളെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. സംഭവത്തിന് പിന്നാലെ തൃശൂർ MG റോഡിൽ കോൺഗ്രസ് BJP കൗൺസിലർമാർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. റോഡുകളുടെ ശോചനീയാവസ്ഥ മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെന്നും നടപടിയെടുത്തില്ലെന്നുമാണ് ആക്ഷേപം. തൃശൂർ മേയർ രാജിവെക്കാതെ നമ്മൾ പിന്മാറില്ല. എന്റെ ഡിവിഷനിലെ റോഡുകളുടെ കുഴികൾ മേയർ തീർത്തിട്ടില്ല. മേയർക്ക് ഇതിനൊന്നും സമയമില്ല. മേയർ ഫുൾ ടൈം വിദേശയാത്രയിലാണ്. ഈ കാര്യങ്ങളൊക്കെ കൗൺസിലില് നിരവധി തവണ പറഞ്ഞവരാ ഞങ്ങള്. മേയറെ റോഡ് കൊണ്ടും കുഴിയ. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ മരിച്ചില്ലേ? ഞങ്ങൾ സൂചിപ്പിച്ചു അപകടം മുന്നിലുണ്ട് മേയറെ, കുഴികൾ അടയ്ക്കുക. മഴക്കാലം വന്നാൽ കുഴികൾ അറിയില്ല. പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർ വീണു പോകും. നിങ്ങൾ കുഴികൾ അടയ്ക്കൂന്ന്. അത് പറ്റിയില്ല.
കസ്റ്റഡിയിലെടുക്കാനുള്ള പോലീസ് ശ്രമത്തെ മണിക്കൂറുകളോളം കോൺഗ്രസ് BJP പ്രവർത്തകർ ചെറുത്തതോടെ MG റോഡിൽ വൻ ഗതാഗത കുരുക്കുണ്ടായി. സംഭവത്തിൽ തൃശൂർ മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. 24 തൃശൂർ. കാസർഗോഡ് മഞ്ചേശ്വരത്ത് മകൻ അമ്മയെ തീ കൊളുത്തിക്കൊന്നു. വേർക്കാടി നലങ്ങി സ്വദേശി ഫിൽഡയാണ് കൊല്ലപ്പെട്ടത്. കർണാടകയിലേക്ക് കടന്ന പ്രതി മെൽവിനായി അന്വേഷണം ഊർജിതമാണ്. ഇന്ന് പുലർച്ചെ 5:30 ബന്ധുവായ ലൊലീറ്റയ്ക്ക് നേരെ മെൽവിൻ്റെ ആക്രമണം നടന്നത്. അമ്മ ഫിൽഡയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഫിൽഡയുടെ സഹോദരൻ്റെ മകൻ്റെ ഭാര്യയായ ലൊലീറ്റയെ മെൽവിൻ വിളിച്ചു വരുത്തി. തുടർന്ന് വാതിലടച്ച് തീ കൊളുത്താൻ ശ്രമിക്കുകയായിരുന്നു. കൈക്കും കാലിനും പരുക്കേറ്റ യുവതി അയൽ വീട്ടിലേക്ക് ഓടിക്കയറി വിവരം പറഞ്ഞു. അമ്മനെ കാണുന്നില്ല, അതന്നെ അവർ പറഞ്ഞത് വന്നിട്ട് അമ്മനെ കാണുന്നില്ല, ഒന്ന് അമ്മ എവിടെ ഉണ്ടോന്നൊന്ന് നോക്കാൻ പറ്റുമെന്ന്. വീട് ലോക്കായിരുന്നു, പിന്നെ വീട് പൊളിക്കാൻ നമുക്ക് പോലീസ് ഇല്ലാതെ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് പോലീസിനെ വിളിച്ചത്. പോലീസ് എത്തി ഫിൽഡയെ തെരയുന്നതിനിടെയാണ് വീടിന് പുറകിലുള്ള വിറകുപുരയുടെ സമീപത്തെ തോട്ടത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. ഭാഗികമായി പൊള്ളലേറ്റ മൃതദേഹത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ട്. വീടിനകത്തും പരിസരത്തും രക്തക്കറകളും കണ്ടെത്തി. വീടിൻ്റെ ബാക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു സുമാർ 30 മീറ്റർ ദൂരം അമ്മ മരിച്ച നിലയിൽ കാണപ്പെട്ടു. ബോഡിയിൽ നല്ല പൊല്ലലുണ്ട്. നിലവിൽ മെൽവിൻ പറയുന്ന ആൾ നിലവിൽ ഇവിടെയില്ല, അബ്സ്കോണ്ടിങ് ആണ്. ഇവന്ന് കണ്ടെത്താൻ ടീംസ് ഫോം ചെയ്തിട്ട് നമ്മുടെ ടീംസ് ശ്രമിക്കുന്നുണ്ട്. പ്രതി മെൽവിൻ മജ്രപ്പള്ളയിൽ വെച്ച് ഓട്ടോയിൽ കയറിയെന്നും മംഗലാപുരം ഭാഗത്തേക്ക് പോയെന്നും ഓട്ടോ ഡ്രൈവർ അബ്ദുൽ ലത്തീഫ്. രാവിലെ 6:30 മണിക്ക് മജ്രപ്പള്ള സ്റ്റാൻഡിൽ ഞാൻ ഉണ്ടായി. ഒരേ വണ്ടി ഉണ്ടായി, മറ്റുള്ള വണ്ടിക്ക് റോട്ടം പോയിട്ടുണ്ടായി. അപ്പോൾ 6:30 മണിക്ക് അതിൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞു ദിവസം കടിക്ക് വാടക എത്ര പറഞ്ഞിട്ട് ഇതേ ആൾ തന്നെ. അപ്പോൾ പറഞ്ഞ് 150 രൂപ എന്ന് പറഞ്ഞ് ആ ദിവസം കടിക്ക് വിടുമെന്ന് പറഞ്ഞ് ദിവസം കടിയിൽ ഇറങ്ങും ഞാൻ ആടെ ഇറക്കണം പറഞ്ഞു. അപ്പോൾ മംഗലാപുരം സ്റ്റോപ്പ് എവിടെയെന്ന് വെച്ചു. വാടക വണ്ടിയിൽ ഇറക്കി ആണെങ്കിൽ 200 രൂപ തന്ന് ഞാൻ 20 രൂപ തിരിച്ചു കൊടുത്ത് ഞാൻ നേരെ വന്ന് നടന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കർണാടകയിലേക്ക് കടന്ന പ്രതി മെൽവിനായി അന്വേഷണം ഊർജിതമാണ്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുന്നത്. പ്രതിയെ പിടികൂടിയാൽ മാത്രമേ കൊലപാതകത്തിൻ്റെ കാരണം വ്യക്തമാകൂ. വോർക്കാടിയിൽ നിന്ന് അരുൺ പാറക്കൽ, 24. ചരിത്ര നിമിഷത്തിലേക്ക് വാതിൽ തുറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള ബഹിരാകാശ യാത്രികർ ഉൾപ്പെട്ട ഡ്രാഗൺ പേടകം വൈകിട്ട് 4:30 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ബന്ധിക്കും. നിലയത്തിലെത്താൻ കാത്തിരിക്കുന്നുവെന്ന് ശുഭാംശു ശുക്ലയുടെ സന്ദേശം. Hello everyone, Namaskar from space. I'm thrilled to be here with my fellow astronauts, as Peggy said, 1 veteran and 3 rookies, and wow, what a ride it was. നമസ്കാരം എന്ന് പറഞ്ഞായിരുന്നു 4 യാത്രികർക്കൊപ്പം ശുഭാംശുവിന്റെ വാക്കുകൾ തുടങ്ങിയത്. യാത്രയ്ക്കായി അതിയായി ആഗ്രഹിച്ചിരുന്നുവെന്നും അഭിമാന മുഹൂർത്തമെന്നും ശുഭാംശു. It was a feeling that I just wanted to go, the excitement and all was, probably far away. It was just the feeling that let's just leave here. ഭാരമില്ലായ്മ അനുഭവിക്കുന്നത് അതിമനോഹരമാണ്. കൊച്ചുകുട്ടികളെ പോലെ താൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ശുഭാംശു. It was an amazing ride. And then suddenly, nothing. Everything silenced and you were just floating. You unbuckle and you were just floating in the silence of vacuum. It was an amazing feeling. ഒപ്പം കൂട്ടിയ ജോയ് എന്ന കളിപ്പാട്ടവും ശുഭാംശു ഉയർത്തി കാണിച്ചു. We showed you joy and grace. This is swan, a great symbol. It looks really cute, but we have a very important swan in our Indian culture. യാത്രയിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാമെന്നും ശുഭാംശു പറഞ്ഞു. ഇന്നലെ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു ഫാൽക്കൺ 9ന്റെ വിക്ഷേപണം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സംഘം 14 ദിവസം തുടരും. 60 പരീക്ഷണങ്ങളാകും സംഘം നടത്തുക. അമേരിക്ക, പോളണ്ട്, ഹംഗറി എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രികർക്കൊപ്പമാണ് ശുഭാംശു ശുക്ലയുടെ യാത്ര. ഇന്റർനാഷണൽ ഡെസ്ക്, 24. കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണറെ നേരിട്ട് എതിർപ്പറിയിച്ച് മുഖ്യമന്ത്രി. ഇത്തരം ബിംബങ്ങൾ ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാജ്ഭവന് മുഖ്യമന്ത്രിയുടെ കത്ത്. ഇന്നലെ സർവകലാശാലയിലുണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിന് കത്തയക്കാൻ രാജ്ഭവനും തീരുമാനിച്ചിട്ടുണ്ട്. സെനറ്റ് ഹാളിൽ ഗവർണറുടെ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച സംഘാടകർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കേരള സർവകലാശാല. കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള തർക്കവും പ്രതിഷേധവും ഇന്നലെ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് എത്തി. പ്രതിഷേധമുണ്ടായിട്ടും കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് വിവാദ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയത് ഗവർണറുടെ വെല്ലുവിളിയായിട്ടാണ് സർക്കാർ വിലയിരുത്തുന്നത്. ഇതോടെയാണ് വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തയച്ചത്. ഇത്തരം ബിംബങ്ങൾ ഭരണഘടനാ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. സർക്കാർ പരിപാടികളിൽ ഇത് പാടില്ലെന്നും ഓർമ്മപ്പെടുത്തൽ.
ഭരണഘടന അംഗീകരിച്ച ദേശീയ ചിഹ്നങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. മതേതരത്തെ വെല്ലുവിളിക്കുന്ന സംഘടനകളുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത്. ഔദ്യോഗിക പരിപാടികളിൽ ഇത് കർശനമാക്കണമെന്നും ഇതിന് വിരുദ്ധമായ സാഹചര്യം ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രിയുടെ കത്തിൽ പറയുന്നു. വിവാദവുമായി ബന്ധപ്പെട്ട രാജ്ഭവന്റെ നിലപാട് സർക്കാരിനെ അറിയിക്കാനും രാജ്ഭവൻ തീരുമാനിച്ചിട്ടുണ്ട്. സർവകലാശാലയിൽ നടന്ന ക്രമസമാധാന പ്രശ്നങ്ങളും മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രോട്ടോകോൾ ലംഘനവും കത്തിലൂടെ മുഖ്യമന്ത്രിയെ അറിയിക്കും. അതേസമയം സെനറ്റ് ഹാളിലെ പരിപാടിയിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചത് കരാറിന്റെ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി സംഘാടകർക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണ് കേരള സർവകലാശാല. ശ്രീ പത്മനാഭ സേവാ സമിതിക്കെതിരെയാകും നിയമ നടപടി. ഇന്നലത്തെ സംഘർഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കാൻ സർവകലാശാല നിർദ്ദേശം നൽകി. ചാൻസലർ വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി. കാവിക്കൊടിയേന്തിയ പട്ടുസാരി ഉടുത്ത സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടില്ലാത്ത ആ ഭാരതാംബയെയാണ് അദ്ദേഹം ഇപ്പോൾ പോകുന്നിടത്തെല്ലാം കൊണ്ടു നടക്കുന്നത്. ഇന്നലത്തെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ SFI KSU പ്രവർത്തകർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ദേശീയ പതാക കാവിക്കൊടിയാക്കണമെന്ന BJP നേതാവും കൗൺസിലറുമായ N ശിവരാജന്റെ പ്രസ്താവനയ്ക്കെതിരെ പാലക്കാട് നഗരസഭയിൽ പ്രതിഷേധം. N ശിവരാജനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് LDF UDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിന് പിന്നാലെ കൗൺസിൽ യോഗം നിർത്തിവെച്ച് ചെയർപേഴ്സൺ ഹാൾ വിട്ടു. അതേസമയം വിവാദ പ്രസ്താവനയിൽ N ശിവരാജനോട് BJP സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടി. N ശിവരാജനെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു. PV അൻവറിന്റെ UDF പ്രവേശനത്തിൽ അനുകൂല നിലപാട് ഉപേക്ഷിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അൻവർ ഇല്ലാതെ UDFന് തിളക്കമാർന്ന ജയം നേടാൻ കഴിഞ്ഞെന്ന് രമേശ് ചെന്നിത്തല 24-നോട് പറഞ്ഞു. അൻവറിനെ മുന്നണിയിലെടുക്കണമെന്ന് പറഞ്ഞവർ തന്നെ ഇപ്പോൾ തിരുത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. UDF പ്രവേശനത്തിൽ PV അൻവറിനെ കൈവിട്ട് രമേശ് ചെന്നിത്തലയും അൻവർ ഉണ്ടായിരുന്നെങ്കിൽ ഭൂരിപക്ഷം കൂടുമെന്ന് മാത്രമാണ് താൻ പറഞ്ഞത്. അത് വ്യത്യസ്ത നിലപാടായി കാണേണ്ടെന്ന ചെന്നിത്തലയുടെ വിശദീകരണം. അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കേണ്ട എന്ന് താനും കൂടി ചേർന്നാണ് തീരുമാനമെടുത്തത്. അൻവറോട് ഉണ്ടായിരുന്ന കുറേ കൂടി വോട്ട് കിട്ടുമായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാനല്ലാണ്ട് അൻവറെ തിരിച്ച് ഒരിടത്തും ഞാൻ വിളിച്ചിട്ടില്ല. അത് ചില ബോധപൂർവമായ ചില പ്രചരണം അഴിച്ചുവിട്ടതാണ്. അത് പ്രചരണം അഴിച്ചുവിടുന്ന ആരാന്നൊക്കെ എനിക്കറിയാം. വിജയത്തിന്റെ ക്രെഡിറ്റ് UDF നേതാക്കൾക്കാണെന്നും മുസ്ലിം ലീഗിന് ബിഗ് സല്യൂട്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞാനൊരു 15 ദിവസം അവിടെ ഉണ്ടായിരുന്നു. എന്നെപ്പോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നു. അതിനകത്ത് ആരെയും നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. കുഞ്ഞാലിക്കുട്ടിയും അതോടൊപ്പം തന്നെ തങ്ങളും സാദിഖലി തങ്ങളും എടുത്ത ആ ഒരു വലിയ നേതൃത്വം, അതിന് ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. അൻവറിനെ മുന്നണിയിലെടുക്കണമെന്ന് പറഞ്ഞവർ തന്നെ ഇപ്പോൾ തിരുത്തിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അല്ല, അതൊന്നും ആരും ഇനി പറയില്ല. അത് പറഞ്ഞവരെല്ലാം അത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി ആരും അത് പറയില്ല. താൻ ക്യാപ്റ്റനെങ്കിൽ രമേശ് ചെന്നിത്തല മേജറെന്നും പ്രതിപക്ഷ നേതാവ്. ടീം UDF ആണ്. ടീം UDF ഒറ്റ വാചകം ഞാൻ പറഞ്ഞില്ല. വ്യക്തി കേന്ദ്രീകൃതമല്ല തെരഞ്ഞെടുപ്പ് വിജയം. ടീം UDF ആണ്. എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ക്യാപ്റ്റനല്ല, അദ്ദേഹം മേജറാണ്. കോൺഗ്രസ് നേതാക്കൾ അൻവറിന് മുന്നിൽ വാതിലടയ്ക്കുമ്പോൾ മുസ്ലിം ലീഗിന് ആ നിലപാടില്ലെന്നാണ് സൂചന. സമാന ചിന്താഗതിക്കാരെ ഒപ്പം കൂട്ടണമെന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. മുന്നണി വിപുലീകരണ ചർച്ചകളിൽ അൻവറും ചർച്ചയായേക്കും. 24 തിരുവനന്തപുരം. ഫോൺ ചോർത്തൽ വിവാദത്തിൽ സംസ്ഥാന സർക്കാരിനും PV അൻവറിനുമെതിരെ വിമർശനവുമായി ഹൈക്കോടതി. എന്തുകൊണ്ട് കേസ് അവസാനിപ്പിച്ചെന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു. തെളിവുകൾ ലഭിച്ചില്ല എന്നായിരുന്നു സർക്കാരിന്റെ മറുപടി. തെളിവുകൾ നിങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടതെന്ന് സർക്കാരിനോട് കോടതിയുടെ ചോദ്യം. അൻവർ സമാന്തര ഭരണ സംവിധാനമാണോ എന്നും കോടതി വിമർശിച്ചു. ഫോൺ ചോർത്തലിനെതിരായ ഹർജിക്കാരുടെ പരാതി പരിഗണിക്കണമെന്ന് DGPക്ക് കോടതി നിർദ്ദേശം നൽകി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുന്നതിനുള്ള CPIMന്റെ സംസ്ഥാന സമിതി യോഗം തുടങ്ങി. സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേൽ ഉച്ചയ്ക്ക് ശേഷം ചർച്ച നടക്കും. തോൽവിയുടെ പശ്ചാത്തലത്തിൽ തിരുത്തേണ്ടത് തിരുത്തുമെന്ന് MV ഗോവിന്ദൻ ദേശാഭിമാനിയിലെ ലേഖനത്തിൽ പറയുന്നു. കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ റിപ്പോർട്ടിങ്ങും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവലോകനവുമാണ് 2 ദിവസത്തെ സംസ്ഥാന സമിതി യോഗത്തിന്റെ മുഖ്യ അജണ്ട. സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ തിരഞ്ഞെടുപ്പ് റിപ്പോർട്ടിന്മേൽ ഉച്ചയ്ക്ക് ശേഷം ചർച്ച നടക്കും. RSS സഹകരണം സംബന്ധിച്ച MV ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ യോഗത്തിൽ വിമർശനത്തിന് സാധ്യതയുണ്ട്. അതേസമയം തോൽവിയുണ്ടായ സാഹചര്യത്തിൽ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുമെന്ന് അറിയിച്ചുകൊണ്ട് MV ഗോവിന്ദൻ ലേഖനമെഴുതി. നിലമ്പൂരിലെ പരാജയം പാർട്ടിയും ഇടതുമുന്നണിയും വിശദമായി പരിശോധിക്കും.
ഇടതുപക്ഷത്തിൻ്റെ അടിത്തറയ്ക്ക് ഒരു കോട്ടവും ഉണ്ടായിട്ടില്ല. നിലമ്പൂരിൽ വോട്ട് ചോർച്ച ഉണ്ടായത് UDF-നാണ്. വർഗീയ തീവ്രശക്തികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയാണ് UDF ജയിച്ചതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദേശാഭിമാനിയിലെ ലേഖനത്തിൽ ആരോപിച്ചു. 24 തിരുവനന്തപുരം. CPIയെ മുന്നണിയിലേക്ക് ക്ഷണിച്ച UDF കൺവീനർ അടൂർ പ്രകാശിനെ പരിഹസിച്ച് CPI ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് K പ്രകാശ് ബാബു. CPIയെ ക്ഷണിക്കാനുള്ള പ്രായം അടൂർ പ്രകാശിനായിട്ടില്ല എന്നായിരുന്നു പരിഹാസം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളുടെ ടെസ്റ്റ് ഡോസ് അല്ല നിലമ്പൂരെന്നും പ്രകാശ് ബാബു പറഞ്ഞു. ഒരിക്കലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലും അല്ല, അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസും അല്ല. വോട്ട് ഭിന്നിച്ചു പോയ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഒരിക്കലും അതിനെ ഒരു ഭരണവിരുദ്ധ വികാരമായിട്ട് എടുക്കേണ്ടതില്ല. അൻവറിനെ സംബന്ധിച്ച് അൻവറിന് എത്ര സ്വാധീനമുണ്ടെങ്കിലും എന്തെല്ലാം മാർഗങ്ങളിൽ കൂടി വോട്ട് സമ്പാദിക്കാൻ കഴിയുമെങ്കിലും ആ ഒരു സ്ഥാനാർത്ഥി നമുക്ക് വേണ്ട എന്ന് ഉറപ്പിച്ചു പറഞ്ഞ പാർട്ടിയാണ് CPI. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്തൊന്നും യാതൊരു വോട്ട് കുറച്ച് കൂടുതൽ പിടിക്കുന്നതുകൊണ്ട് ഒരു കുളിരുകോരുന്ന പാർട്ടിയും അല്ല CPI. CPIയെ UDF-ലേക്ക് ക്ഷണിക്കുക എന്നൊക്കെ പ്രകാശ് പറഞ്ഞാൽ അതിന് മറുപടി അർഹിക്കുന്നില്ല, തള്ളിക്കളയേണ്ടുന്നതാണ്. എങ്കിലും ഞങ്ങളൊക്കെ സുഹൃത്തുക്കളായതുകൊണ്ട് പറയാം, പ്രകാശിന് അതിനുള്ളൊരു പ്രായമായിട്ടില്ല. ഞങ്ങളതിനെ അതിൻ്റേതായ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ ചികിത്സയിലുള്ള മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുന്നു. വിവിധ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശ്വസനവും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം VS അച്യുതാനന്ദന്റെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് VSനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വാർത്താമഴയിലേക്ക് വീണ്ടും. രാഷ്ട്രീയ സാമുദായിക എതിരാളികളെ ശിക്ഷിക്കാൻ പോപ്പുലർ ഫ്രണ്ടിന് സ്വന്തം കോടതിയും രഹസ്യാന്വേഷണ വിഭാഗവും ഉണ്ടായിരുന്നുവെന്ന് NIA. കൊല്ലേണ്ടവരെയും ശിക്ഷിക്കേണ്ടവരെയും നിശ്ചയിച്ചിരുന്നത് PFI കോടതി. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസ് പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് കോടതിയിൽ NIA നൽകിയ റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങൾ. പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ 950 പേരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയെന്ന് കോടതിയെ NIA അറിയിച്ചതിന് പിന്നാലെയാണ് രാഷ്ട്രീയ സാമുദായിക എതിരാളികളെ ശിക്ഷിക്കാൻ സ്വന്തമായി കോടതിയും പ്രവർത്തിപ്പിച്ചു എന്ന നിർണായക വിവരം പുറത്തുവരുന്നത്. ദാറുൽ ഖ്വാസ എന്ന ഈ കോടതിയാണ് രഹസ്യാന്വേഷണ വിഭാഗം തയ്യാറാക്കുന്ന പട്ടികയിൽ നിന്ന് കൊല്ലേണ്ടവരെയും ശിക്ഷിക്കേണ്ടവരെയും കണ്ടെത്തുക. റിപ്പോർട്ടേഴ്സ് വിംഗ് എന്നായിരുന്നു രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പേര്. ജില്ലാ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. ഇവർ നൽകുന്ന റിപ്പോർട്ടിൽ കോടതി തീരുമാനിക്കുന്നവരെ ആക്രമിക്കുന്ന ദൗത്യമാണ് സർവീസിംഗ് ഹിറ്റ് ടീം നിർവഹിച്ചത്. ഇക്കാര്യങ്ങളാണ് NIA സത്യവാങ്മൂലമായി കോടതിയിൽ സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്ക് കോടതി ജാമ്യം നിഷേധിച്ചത്. 2047 SDPIയിലൂടെ രാഷ്ട്രീയാധികാരം പിടിക്കുകയും ഇസ്ലാമിക ഭരണം കൊണ്ടുവരികയുമാണ് സംഘടനയുടെ ലക്ഷ്യമെന്നും NIA കോടതിയെ അറിയിച്ചു. അതിനിടെ സ്ഥാപക ദിനത്തിൽ SDPI നേതാക്കളെത്തി പത്തനംതിട്ട MP ആന്റോ ആന്റണിക്ക് മധുരം നൽകുന്ന വീഡിയോ പുറത്തുവന്നത് കോൺഗ്രസിലും ചർച്ചയാവുകയാണ്. എന്നാൽ രാഷ്ട്രീയത്തിനതീതമാണ് MP ഓഫീസ് എന്നായിരുന്നു ആന്റോ ആന്റണിയുടെ വിശദീകരണം. 24 കൊച്ചി. ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ പ്രതിരോധ മന്ത്രിമാരുടെ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിടാൻ വിസമ്മതിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് സംയുക്ത പ്രസ്താവനയിൽ സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് വിട്ടുനിന്നത്. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് മയപ്പെടുത്താൻ ശ്രമിച്ചതിനെ തുടർന്നാണ് നീക്കം. പാകിസ്ഥാനും ചൈനയും തീവ്രവാദത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചതായി വിവരം. എതിർപ്പുയർന്നതോടെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന് ശേഷം സംയുക്ത പ്രസ്താവന ഉണ്ടായേക്കില്ല എന്ന വിവരവുമുണ്ട്. ഭീകരവാദ വിഷയത്തിൽ ഇന്ത്യയും ചൈനയും പാകിസ്ഥാനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി എന്നാണ് റിപ്പോർട്ട്. എറണാകുളം ഏലൂരിൽ ലഹരി ഉപയോഗത്തിനെതിരെ DYFIയുടെ പ്രതിഷേധം. ഏലൂർ മജ്നൂൻ കഫേക്ക് മുന്നിലാണ് പ്രതിഷേധം. ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടാൽ കൈയും കാലും ഞങ്ങൾ എടുക്കും എന്ന പോസ്റ്ററും സ്ഥാപിച്ചിട്ടുണ്ട്. S ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, വിവരങ്ങൾ. അല്പസമയം മുമ്പാണ് ഏലൂർ മജ്നൂൻ കഫയ്ക്ക് മുന്നിൽ DYFI പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ഈ സ്ഥാപനം കേന്ദ്രീകരിച്ച് ലഹരിയുടെ വിൽപ്പന നടക്കുന്നുവെന്നാണ് DYFI പ്രവർത്തകർ ആരോപിച്ചത്. ഇതോടെയാണ് സ്ഥാപനത്തിന് മുന്നിൽ പോസ്റ്റർ സ്ഥാപിച്ചുകൊണ്ട് DYFIയുടെ പ്രവർത്തകർ പ്രതിഷേധിക്കാനായി എത്തിയത്. ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടാൽ കയ്യും കാലും ഞങ്ങൾ എടുക്കും എന്ന പോസ്റ്ററും സ്ഥാപനത്തിന്റെ മുന്നിൽ DYFI പ്രവർത്തകർ സ്ഥാപിച്ചിട്ടുണ്ട്. വിവരമറിഞ്ഞ ഏലൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഇപ്പോൾ ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് എന്നും സ്ഥിരം നിരീക്ഷണം ഉൾപ്പെടെ ഉണ്ടാകുമെന്നും DYFI പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയാണ് അവിടെ നിന്ന് മടങ്ങിയത്. ശരി, S ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ സ്കൂളിനെതിരെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്.
മാർക്ക് കുറഞ്ഞാൽ തൊട്ട് താഴെയുള്ള ക്ലാസ്സിൽ മാറിയിരിക്കുമെന്ന് വിദ്യാർത്ഥികളെ കൊണ്ട് എഴുതി വാങ്ങിച്ചു. സ്കൂളിലെ കുട്ടി എഴുതി നൽകിയ കുറിപ്പ് 24-ന് ലഭിച്ചു. മകളെ മാനസികമായി പീഡിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി വേണമെന്ന് ആശിർ നന്ദയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ 9ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിൽ പോയി പഠിക്കാമെന്ന് ആശിർ നന്ദിയുടെ ക്ലാസ്സിലെ മറ്റൊരു കുട്ടി എഴുതി നൽകിയ കുറിപ്പാണിത്. എന്നാൽ വിദ്യാർത്ഥികളിൽ നിന്ന് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി വാങ്ങിയിട്ടില്ലെന്ന ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂൾ മാനേജ്മെന്റിന്റെ വാദമാണ് പൊളിയുന്നത്. മകളെ മാനസികമായി പീഡിപ്പിച്ച അധ്യാപകരെ പുറത്താക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ലെന്നും കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും ആശിർ നന്ദിയുടെ പിതാവ് പ്രശാന്ത് 24-നോട് പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ മാനസികമായിട്ട് പീഡിപ്പിച്ചില്ലാതാക്കിയവരെ നിയമത്തിന് മുമ്പ് കൊണ്ടുവന്നിട്ട് അവരെ ശിക്ഷിക്കണം. തക്കതായ ശിക്ഷ അവർക്ക് കൊടുക്കണം. കാരണം എൻ്റെ കുഞ്ഞിനെ മാനസികമായി പീഡിപ്പിച്ചിട്ട് ഈ അവസ്ഥയ്ക്ക് ഞങ്ങൾ എത്തിച്ചതാണ്. അവൾ എത്രമാത്രം മാനസികമായിട്ട് സമ്മർദ്ദത്തിലായിരുന്നു. അതിന് ഇടവരുത്തിയവരെ എന്താണ് നാടിൻ്റെ നിയമം അനുസരിച്ച് ആ നിയമത്തിന് മുമ്പ് കൊണ്ടുവന്നിട്ട് അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. സംഭവത്തിൽ സ്കൂളിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വിഷയം ചർച്ച ചെയ്യാൻ രക്ഷിതാക്കളുടെയും യുവജന വിദ്യാർത്ഥി സംഘടനകളുടെയും സാന്നിധ്യത്തിൽ ഇന്ന് യോഗം ചേരും. ശ്രീകുമാരൻ, 24, പാലക്കാട്. ആലപ്പുഴ അരൂരിൽ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട പരാതി പരിശോധിക്കാനെത്തിയ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് വധഭീഷണി. മുൻ പഞ്ചായത്ത് അംഗമടക്കം 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ശുചിമുറി മാലിന്യമടക്കം ജനവാസ മേഖലയിലേക്ക് ഒഴുക്കിവിടുന്നെന്ന നാട്ടുകാരുടെ പരാതി പരിശോധിക്കാനാണ് ആരോഗ്യവകുപ്പ് സംഘം എത്തിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരും പഞ്ചായത്ത് സെക്രട്ടറിയും അടങ്ങിയ സംഘത്തെ ഒരു വിഭാഗം ആളുകൾ തടഞ്ഞു. പിന്നീട് തെറിവിളിയും ഭീഷണിയും. 2 വർഷമൊക്കെ ഞങ്ങളൊക്കെ ഇടാൻ മാത്രം നീ നിന്റെ വീട്ടിലേക്ക് വരും ഞങ്ങള്. നീ ചിരിക്കേണ്ട പരിഹാസം ചിരി. ലൈസൻസ് ഉണ്ടാക്കണ്ട അവനെ തൂക്കിക്കൊല്ലാം. പരാതിക്കാർ ആരെന്ന് വ്യക്തമാക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. വധഭീഷണി മുഴക്കിയ മുൻ പഞ്ചായത്ത് അംഗം CA പ്രദീപ്, ജസ്റ്റിൻ സേവർ എന്നിവർക്കെതിരെ അരൂർ പോലീസ് കേസെടുത്തു. അരൂർ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിലാണ് നടപടി. മാലിന്യ പ്രശ്നത്തിൽ പരാതി നൽകിയ അന്ധനായ യുവാവിനെ അസഭ്യം പറഞ്ഞതിനും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതികളായ 2 പേരും ഒളിവിലാണ്. 24, ആലപ്പുഴ. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ ബസ് സ്റ്റാൻഡിൽ 3 പേർക്ക് നേരെ നാടൻ ബോംബേറ്. ഒരാൾ കൊല്ലപ്പെട്ടു. കഞ്ചാവ് വിൽപ്പനക്കാർ തമ്മിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് സൂചന. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? പോലീസ് പറയുന്നത് എന്താണ് റഹീസ്? കഞ്ചാവ് വിൽപ്പനക്കാർ തമ്മിലുള്ള വൈര്യമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു ഇത്തരത്തിൽ തിരുവള്ളൂരിൽ പെരമ്പാക്കം ബസ് സ്റ്റാൻഡിന് സമീപത്ത് ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഈ പെരമ്പാക്കം ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു 3 സുഹൃത്തുക്കൾ. അതായത് മുകേഷ്, ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ മറ്റ് 2 സുഹൃത്തുക്കൾ ദീപൻ, ജാവിദ് എന്നീ 2 പേർ. അങ്ങനെ 3 പേർ ഉൾപ്പെടെ ഇവർ ഈ ബസ് സ്റ്റാൻഡിന് പരിസരത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബൈക്കിലെത്തിയ 2 അംഗ സംഘം ഇവർക്ക് നേരെ നാടൻ ബോംബ് എറിയുന്നത്. നാടൻ ബോംബ് എറിഞ്ഞ ശേഷം ഇവർ ഓടി രക്ഷപ്പെട്ടു. ഈ മുകേഷാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചത്. മുകേഷിന്റെ ശരീരത്തേക്കായിരുന്നു ഈ ബോംബ് വീണത്. മറ്റ് 2 പേർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഉടൻ തന്നെ ആംബുലൻസും പോലീസും ഒക്കെ സ്ഥലത്തെത്തി ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവള്ളൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ നിലവിൽ ചികിത്സയിലാണ്. ഇതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ 2 സംഘങ്ങളും, അതായത് ഈ ബൈക്കിലെത്തിയത് ആരാണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇവർ നൽകിയ മൊഴിപ്രകാരം ഈ കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഒരു സംഘവുമായി തങ്ങൾക്ക് വൈര്യമുണ്ടായിരുന്നു. ഇവരും കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണെന്ന് പോലീസ് പറയുന്നുണ്ട്, വിൽക്കുന്നവരാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 സംഘങ്ങളും തമ്മിലുണ്ടായ വൈര്യമാണ് ഇത്തരത്തിലൊരു ബോംബേറിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. ഈ സമയത്ത് ഈ ബസ് സ്റ്റാൻഡിൽ നിരവധി പേർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഘത്തിന് നേർക്കാണ് ഇവർ ബോംബ് എറിയുന്നത്. അങ്ങനെ പോലീസ് എന്തായാലും ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ 2 പേരും നിലവിൽ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെയും സമാനമായ സാഹചര്യത്തിൽ ഇവർ വഴക്കുണ്ടാക്കുകയും അത് കയ്യാങ്കളിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അന്നേ തങ്ങളെ വകവരുത്തുമെന്ന് ഈ സംഘം അറിയിച്ചതായിട്ടും ഇപ്പോൾ ഈ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 2 പേർ പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. TK. ശരി, കഞ്ചാവ് വിൽപ്പനക്കാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് 3 പേർക്ക് നേരെ നാടൻ ബോംബേർ ഉണ്ടായത്. അതിലൊരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ചെന്നൈയിൽ നിന്ന്. ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിലെ അഴിമതികളിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് നിലവിലെ ഭരണസമിതി. ലൈഫ് മിഷൻ പദ്ധതിയിലെ തട്ടിപ്പ് വിജിലൻസും ലൈഫ് മിഷനും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകി. ആദിവാസി മേഖലകളിലെ നിർമ്മാണ പ്രവൃത്തികളിലും ഉദ്യോഗസ്ഥ ഒത്താശയോടെ ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. CPIM കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ തട്ടിപ്പ് നടത്തി വീട് നേടിയെടുത്തത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഇന്റേണൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത്.
രാഷ്ട്രീയ സമ്മർദ്ദത്താൽ ഇവരിൽ നിന്ന് പണം തിരികെ പിടിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. സംസ്ഥാന വിജിലൻസും ലൈഫ് മിഷനും അന്വേഷണം നടത്തിയാൽ തട്ടിപ്പുകാർക്കെതിരെ നടപടി വേഗത്തിലുണ്ടാകുമെന്നാണ് പഞ്ചായത്തിന്റെ വിലയിരുത്തൽ. 2019 ലൈഫ് മിഷൻ ഗുണഭോക്തൃ പട്ടികയിൽ ഇടം പിടിച്ച് വീട് നിർമ്മിച്ച 763 പേരുടെ വിവരങ്ങളാണ് അന്വേഷിക്കേണ്ടത്. ഇനിയും ആളുകൾ ഇത്തരത്തിൽ അനധികൃതമായിട്ട് കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് ഒരു പൊതുവായിട്ടുള്ളൊരു പരാമർശം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത് നമ്മുടെ വിജിലൻസും അതുപോലെ ഇന്ത്യൻ വിജിലൻസ്, തദ്ദേശ വകുപ്പ്, അതോടൊപ്പം തന്നെ ലൈഫ് മിഷൻ ഇവർ കൃത്യമായിട്ട് ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ ഏകോപിച്ച് തന്നെ അന്വേഷണം നടത്തണമെന്നും ഉള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതി ഇന്നത്തെ അടിയന്തര കമ്മിറ്റിയുടെ തീരുമാനമായിട്ടുള്ളത്. ആദിവാസി മേഖലകളിലെ പഞ്ചായത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളിലും ഉദ്യോഗസ്ഥ ഒത്താശയോടെ ലക്ഷങ്ങൾ തട്ടി. 50% മാത്രം പണി പൂർത്തിയാക്കി മുഴുവൻ തുകയും മാറിയെടുത്തു. മേമാരി, വാക്കത്തി എന്നീ ആദിവാസി മേഖലകളിലെ സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണത്തിലാണ് തട്ടിപ്പ്. ഊരുകൂട്ടം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറെ അന്വേഷണത്തിനായി പഞ്ചായത്ത് ചുമതലപ്പെടുത്തി. രാഹുൽ വിജയൻ, 24 ഇടുക്കി. നിലമ്പൂർ വാണിയമ്പുഴ ഉന്നതിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബില്ലിയുടെ മൃതദേഹം വെല്ലുവിളികളെ അതിജീവിച്ച് ചാലിയാറിന്റെ മറുകരയിൽ എത്തിച്ചു. ഈ റിപ്പോർട്ടിലേക്ക് വരാം. ഇപ്പോൾ നടൻ ജോജു ജോർജ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയ തോട്ടും ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ് ഒക്കെ തന്നെയാണ് ആ സിനിമയിലോട്ട് വന്നത്. പക്ഷെ അത് പോകുന്നത് എങ്ങോട്ടാ? ഒരു ഫെസ്റ്റിവലിലോട്ടാണ്. ബാക്കി നമുക്ക് വേറൊരു ഫോം ഉണ്ട്. നിങ്ങൾ IFFK അവരത് പ്രദർശിപ്പിച്ചില്ല. അവരത് പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ ഇതൊന്നുമില്ല കാര്യം. ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പോലും വരില്ല. IFFK തെറി ഇല്ലാത്ത വേർഷൻ പ്രദർശിപ്പിച്ചു. അതിനുശേഷം തെറിയുള്ളത് പുറത്തു വന്നു. അപ്പൊ ഇത് ഞാൻ ഇതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത ഒരാള് ഞാനാ. എന്നെ വിളിച്ചിട്ട് എടാ ഓക്കെ അല്ലേ എന്നൊരു വാക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംസാരമില്ല. ഇത് പൈസയുടെ ഒരു പ്രശ്നമായിട്ടോ കാര്യമല്ല. പൈസ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഈ 2 പടം ചെയ്തിട്ട് എനിക്ക് അത്രയും ഓഫറും പൈസയും കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ ഈ സിനിമ ചെയ്ത് എന്തായിരിക്കും? എന്റെ സൗഹൃദം, എന്റെ സിനിമ എന്ന് പറഞ്ഞ സൗഹൃദമല്ലേ. അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുന്നു, ഭയങ്കര ഒരു ക്യാരക്ടർ ചെയ്യുന്നു, ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ ഞാൻ അങ്ങനെ അഭിനയിക്കാൻ പറ്റിയാൽ എനിക്കതൊരു വേറൊരു കാര്യമാണ്. പക്ഷേ ഇത് എഫക്റ്റ് ആവുന്നതെന്ന് വെച്ചാൽ എന്റെ ഭീകരമായിട്ട്. കാരണം ആ കോൺഗ്രസിന്റെ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഈ തെറിയുടെ ഒരു വിഷയം വന്നു. അതൊരു മാസം ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഇതിലൊന്നും അറിയാത്ത ഇപ്പം എന്റെ ഫാമിലി ഭയങ്കരമായിട്ട് ഇപ്പൊ പിള്ളേര് വലുതായി കഴിഞ്ഞപ്പോ ഈ കാര്യം പറയാം. കാരണം ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാനിപ്പോ അടുത്തൊരു ട്രോള് കണ്ടതാ. വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ട് കടുവേനെ നോക്കുമ്പോൾ കടുവ എന്റെ തെറിയ പറയുന്നത്. മറ്റവിടെ ആന ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ആന ഇങ്ങനെ നോക്കുന്ന ഒരു സ്റ്റില്ലിട്ടിട്ട് ആനയുടെ അടുത്ത് എന്താ ചോദിച്ചിട്ട് എന്റെ ഡയലോഗാണ് വരുന്നത്. അതങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇത് എന്നെ എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് കാണുന്നത് ഞാൻ വേറെ കാഴ്ചപ്പാടില്ല. ഇത് എന്റെ ഫാമിലിയെ എഫക്ട് ചെയ്തപ്പോൾ എന്റെ മോള് പറഞ്ഞപ്പോൾ എനിക്ക് എഫക്ട് ചെയ്തു. അത് ട്രിഗർ ചെയ്തതിന്റെ പിന്നാലെ ഈ ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലിരുന്നിട്ട് അതങ്ങ് പറഞ്ഞു പോയി. ഞാനത് പറഞ്ഞു. അല്ലെങ്കിൽ ആ മാറ്റർ ഇപ്പോഴും എന്റെ ഉള്ളിൽ, ഞാനിത് എത്രയോ പേരോട് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ ഈ സാമ്പത്തിക കാര്യം ഇവരുടെ എല്ലാവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ളത് എപ്പോ ഈ സിനിമ വിറ്റ് ഭീകരമായ ലാഭം വന്നതിന് ശേഷം മാത്രം. അതിനു മുമ്പ് വരെ സംസാരമില്ല. ഇതൊരു ഫെസ്റ്റിവൽ പടമാണ്, ടോക്കില്ല. അല്ല, എന്റെ പറച്ചിൽ തുറന്നു പറച്ചിൽ എന്നുള്ളതല്ല, എന്റെ പറച്ചില് എനിക്ക് എന്റെ പണിയാവാറുണ്ട്. കാരണം വെച്ചാല് ഞാൻ ഈ കമൽ സാർ എന്നെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ന്യൂസ് ഹൈപ്പായി കഴിഞ്ഞപ്പോ ഞാൻ ആദ്യം ആലോചിച്ചത് അത് അങ്ങനെ ഒരു ഭയങ്കര ന്യൂസാവെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ആ ഫംഗ്ഷന് പോകുന്നത്. എന്നെ കുറിച്ച് അങ്ങനെ പറയുമെന്ന് അറിയില്ല. അത് ഹൈപ്പായപ്പോ ഞാൻ ആദ്യം ചിന്തിച്ചത് ദൈവമേ ഇതിന് ഒരു ഡൗൺ ഉണ്ടല്ലോ, അത് ഏത് വഴിക്കാ വരണേന്ന് ആലോചിച്ചതാണ് ഞാൻ. അപ്പൊ അത് വന്നു. കാരണം ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞു എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ കരയുന്ന പോലെ പറഞ്ഞു. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്നെ ആരും പ്രശംസിച്ചത് കൊണ്ടോ എന്നെ പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഇവിടം വരെ എത്തിയത്. ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ ചെയ്തിട്ടുള്ള ആട്ടം എന്ന് പറഞ്ഞിട്ട് ആ ഡയറക്ടർ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു. ആ സിനിമയിൽ അഭിനയിച്ച ഫീമെയിൽ ആയിട്ട് ക്യാരക്ടർ അഭിനയിച്ച ഒരു കുട്ടിയുണ്ട്. ഞാൻ കണ്ട ബ്രില്യന്റ് ആയിട്ടുള്ള പെർഫോമൻസ്. ആ കുട്ടീനെ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു. അല്ലെങ്കിൽ കിഷ്കിന്ദാനം പോലത്തെ ഒരു ഡയറക്ടർ എത്ര പേര് ചെയ്തു. പോട്ടെ, നായാട്ടം എന്നുള്ള ഡയറക്ടർ ചെയ്തിട്ടുള്ള മാർട്ടിൻ പ്രക്കാട്ട് എത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ പേരുണ്ട്. അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ വേണമെന്നുള്ളൊരു നല്ല ലെവലിൽ മാത്രമാണ് ഞാൻ അത് ഉദ്ദേശിച്ചത്. അത് എന്നെ കുറിച്ച് ആ കോൺവെർസേഷൻ തിരിച്ചു വരുന്നത് എന്നെ ആരും അഭിനന്ദിച്ചില്ല, എന്നോട് ആരും കരഞ്ഞില്ല, എന്നോട് പറഞ്ഞില്ല, എന്നോട് പറയാറില്ല എന്നുള്ളൊരു സത്യാവസ്ഥ. അത് ഞാൻ കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ട് വേറെ രീതിയിലാണ് വരുന്നത്. മൊത്തം ചളാവാണ് സംഭവം. നിങ്ങൾ ഇത്രയും വർഷത്തിനിടയിൽ ഒരാളോ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയാൽ ഞാൻ ഒരു മിനിറ്റ് എനിക്ക് എന്ത് പ്രോത്സാഹനവും എന്ത് കാര്യം കിട്ടിയിട്ടായിരിക്കും ഞാൻ തോൽവിയിൽ നിന്ന്
എന്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് കിട്ടുന്ന സിനിമകൾ അഭിനയിച്ചത് എന്റെ തിരിച്ചറിവ് കൊണ്ടാണ്. പക്ഷെ അതല്ലാത്തൊരു കൾച്ചർ വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഈ ജിജു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. ഈ ഭാഷയെ കുറിച്ചൊക്കെ നല്ല അറിവുള്ള ഒരാളാണ് തങ്കച്ചേട്ടൻ എന്നാ പറയുന്നത് നിങ്ങളുടെ ക്യാരക്ടർ. അതായത് എനിക്ക് നന്നായിട്ട് തെറി പറയാൻ പറയുന്ന ആളാണെന്നുള്ളൂ, അതല്ല ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും അത് ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് തെറി അറിയാത്ത നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ തെറി അറിയത്തിലുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഇതിൽ ആർക്കെങ്കിലും അത് ചോദ്യത്തിന്റെ ആവശ്യം തന്നെയില്ല. എനിക്ക് തെറി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്റെ അടുത്ത്. പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ജോജുവിനെ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ഭാഷയെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അല്ല ഞാൻ പറയട്ടെ, ഇത് വളരെ ക്ലിയർ അല്ലേ. ആ തുണ്ടുപേപ്പർ അല്ലാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ലേ ഈ സിനിമയിൽ ഇത്ര പൈസക്ക് അഭിനയിച്ചത്, ആ എഗ്രിമെന്റിൽ അവർ പുറത്തു വിടേണ്ടത്. അല്ല അത് എന്താണെന്നറിയോ, ഞാൻ അതിനെക്കുറിച്ച് സ്ട്രെസ് ചെയ്ത് ഞാൻ ലിജോന്റെ ശത്രുവോ ലിജോനായിട്ടുള്ള ഒരു വാഗ്വാദത്തിന് വിജയിക്കാനോ വേണ്ടി പറയുന്ന ആളല്ല. ഞാനിതിപ്പോ എന്റെ നിലനിൽപ്പിന് വേണ്ടി വന്ന് പറയണത് ഒരു ഗതികേടാ, മനസ്സിലായോ? ഞാൻ ഞാനിപ്പോ അത് ലക്ഷങ്ങളുടെ കണക്കും കോടികളുടെ കണക്കും ഒന്നും അല്ല ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല. കാരണം അത് പൊതുസമൂഹത്തിൽ വരുമ്പോൾ അത് വലിയൊരു സംസാരമാണ്. പൈസയുടെ ഒരു അളവ് 5 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു എമൗണ്ട് എനിക്ക് കിട്ടിയ എമൗണ്ടാണത്. അതെനിക്ക് കിട്ടിയ എമൗണ്ട് അല്ലല്ല. ഞാൻ പറഞ്ഞ അതാണ് എന്റെ എമൗണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ഞാൻ ജോസഫ് പൊറിഞ്ചു എന്നുള്ള 2 സിനിമയ്ക്ക് ശേഷമാണ് ഈ സിനിമ വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഒരു സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഞാൻ പറയേണ്ട കാര്യമില്ല. ഇനി ഇതാണ് ഇപ്പൊ ഞാൻ അങ്ങനെ അവർക്ക് ഇതാണ് എന്റെ സാലറി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഭയങ്കര ചരിത്രമാണ്. ഞാൻ പൈസയൊക്കെ വാങ്ങിയിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര മോശം കാര്യമാണത്. അപ്പൊ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചൊരു എഗ്രിമെന്റ് ഉണ്ടാവുമല്ലോ. ഏതാ അത് ഓഫ് കോഴ്സ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഊഹിച്ചു നോക്കിയാലോ. ഞാൻ പറയുന്നതല്ല, പൈസയല്ല എന്റെ ഒരു വിഷയം. ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞു വന്നു വെച്ചാല് എനിക്ക് ഇത് ഉണ്ടാക്കിയൊരു ഡാമേജ് പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഡാമേജ് ചില്ലറയല്ല. ഞാൻ പ്രതിഫലത്തിന്റെ പേരിലുള്ള ഒരു പ്രശ്നമായിട്ട് ദയവ് ചെയ്ത് ഇത് മാറരുത്. കാരണം എന്താ വെച്ചാല് ഏതാ ഞാൻ വായിച്ചു. കുറിപ്പിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ഭാഷ ആരും തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞതല്ല, ഇത് ആ ഭാഷ ഉള്ളതാണ്, ആ കഥയിലുള്ളതാണ് എന്നാണ് പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കേട്ടില്ല. അപ്പോ ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നത് അതൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്ന് പറഞ്ഞതിന്റെ പേരിലും അത് ഫെസ്റ്റിവലിന് വരും എന്ന് പറഞ്ഞതിന്റെ പേരിലുമാണ് ഞാൻ ആ സിനിമയിൽ തെറി പറഞ്ഞത്. എന്റെ കാര്യം ഞാൻ പറഞ്ഞത്. പിന്നെ അതല്ലാണ്ട് ഞാൻ ഇപ്പൊ വന്നിട്ട് ഈ കാര്യം പറയേണ്ട കാര്യമല്ലോ. ഇത് ഇപ്പൊ ഞാൻ പറയാനുള്ള ഒരേ ഒരു കാര്യം, എന്റെ വീട്ടിലുണ്ടായ ഒരു ചെറിയ ഇതുമായി ബന്ധപ്പെട്ട ഒരു സങ്കടകരമായ ഒരു കാര്യം എന്റെ മുകളിൽ നിന്ന് കേട്ടതിന്റെ ബേസിലാണ് ഞാൻ ആ ഇന്റർവ്യൂവിൽ അത് വായിൽ വന്നത്. അല്ലെങ്കിൽ ഞാനിത് മിണ്ടേ ഇല്ല. ഇതൊക്കെ കഴിഞ്ഞ കാലം കുറെ കാലം മുമ്പുള്ള കേസല്ലേ, ഇത് വിട്ടതാ. പക്ഷെ അന്ന് സംഭവിച്ചതിന്റെ കാര്യം 100% എനിക്ക് മനസ്സിലായ കാര്യം അത് ഫെസ്റ്റിവലിലോട്ടും വേറൊരു വേർഷൻ ഉണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് അവര് പറഞ്ഞാലും ഞാൻ ഫെസ്റ്റിവലിൽ നിങ്ങൾ കണ്ടു നോക്കൂ. IFFKയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറിയില്ലാത്തൊരു വേർഷനാ. ആരും ഒരു റിപ്ലൈ തന്നില്ല. എനിക്കൊരു റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ ഈ സംസാരം ഇല്ല. അത് അന്നേ തീർന്നു പോകരുത്. എന്നെ ഒരാള് ലിജോ പോലും എന്നെ കേസ് വന്നപ്പോൾ പോലും എന്നെ ഒരാളും വിളിച്ചില്ല. ഞാൻ പറയുന്നു, ഞാൻ ലിജോ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറുടെ ഫാനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഡയറക്ടർ എന്നുള്ള ആ റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നത് വളരെ മോശം ചിന്തിക്കുന്ന ആളാണ്. ലിജോനെതിരെ എന്നുള്ളതല്ല, ഈ ഒരു കാര്യം ലിജോ ഇട്ടതുകൊണ്ട് ഞാൻ മറുപടി പറയേണ്ട ഒരു കാര്യം. എന്നെ വിളിച്ചിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. ഇപ്പോഴാണല്ലോ ഇതിന്റെ ഒരു പ്രതികരണം തന്നെ നടക്കുന്നുണ്ട്. അത് നേരത്തെ ജോയിച്ചേട്ടൻ പറഞ്ഞില്ല, പല പ്രാവശ്യം ജോയിച്ചേട്ടൻ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴും ഇവരൊന്നും പറയില്ല. ഇന്ന് ലിജോ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതികരണമായിട്ട് വന്നത്. ഒരു ഇന്റർവ്യൂവിൽ അവസ്ഥത്താൽ പറഞ്ഞു എന്ന് പറയും. ലിജോ ഇന്നൊരു പോസ്റ്റ് ഇട്ടു, പൈസയുടെ കണക്കാണ് അതിനകത്തോട് മറ്റേ സൈൻ ചോദിച്ച ആ സാധനങ്ങളാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം അപ്പോഴും ജോയിച്ചേട്ടനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഫെസ്റ്റിവലിൽ മാത്രമാണ് ഇവര് നിരന്തരം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു ജോയിച്ചേട്ടൻ അല്ലേ? ഇല്ല, നിരന്തരം തന്നെ പറയണത്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നോട് പറയണം, നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു, ഇതാണ് എന്റെ പ്ലാൻ എന്ന് ഒരു തവണ പറഞ്ഞ പോരെ. നിരന്തരം പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പറഞ്ഞു, ആ സിനിമ ചെയ്യുന്നു. ഞാൻ ഇതിന് പിന്നെ ഡബ് ചെയ്തത് വേറൊരു വേർഷൻ. നിങ്ങൾ IFFKയിൽ കണ്ടിട്ടുള്ള വേർഷൻ വേറെയാണ് അല്ലേ? അത് ഇറങ്ങിയത് അവിടെ ശരിക്കും ഫെസ്റ്റിവലിന് അതാ തെറിയുള്ള വേർഷനാണ് വരേണ്ടത്. വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? അതിനുശേഷം അത് വേറെ പൈസ അത് അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്റെ കാര്യം എവിടെയാന്നുള്ളത്. അപ്പൊ അങ്ങനെ എല്ലാവരും ഞാനാണ് സഫർ ചെയ്യുന്നത് അതിന്റെ പേരിൽ. കാരണം വെച്ചാൽ ഞാൻ സഫർ ചെയ്തത് എവിടെയെന്ന് വെച്ചാൽ എന്റെ പേരിൽ അന്നൊരു വിഷയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ആ സമയത്ത് തെറി വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു കാര്യങ്ങള്. അപ്പം അതാണ്. ഇതൊരിക്കലും ദയവ് ഇതൊരു ഇൻഡസ്ട്രിയുടെ പ്രശ്നമല്ല. ഇത് എന്റെ പേഴ്സണൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ വന്ന് പറഞ്ഞതാണ്. കാരണം
ഞാൻ ഒരാളുടെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ട് പൈസ തന്നില്ല എന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതല്ലല്ലോ. ഞാൻ അതെനിക്കറിയില്ല, ലിജോന്റെ വിഷമം അതായിരിക്കും. പക്ഷെ എനിക്കുണ്ടായ വിഷമം എന്താന്ന് ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ സിനിമ ഇപ്പോഴും പറയുന്നു. ഇപ്പൊ എന്നോട് ഒരാള് ചുരുളിയുടെ സംസാരം, പ്രാഥമിക സംസാരത്തിൽ ഇതൊരു ഫെസ്റ്റിവൽ അല്ല, നമ്മളിത് ഇങ്ങനെ ഇറക്കാൻ പോകുമ്പോൾ ഞാൻ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ചില വേഷങ്ങൾ ചെയ്യില്ല എന്ന് തീരുമാനിച്ചു, അഭിനയിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടർ ഞാൻ അഭിനയിക്കില്ല. കാരണം വെച്ചാൽ എന്റെ മൈൻഡ് അതിന് പ്രിപ്പയർ അല്ല. നമുക്കറിയാവുന്നത് മറ്റുള്ളവരുടെ നേരെ ഉപയോഗിക്കാതിരിക്കാൻ ഒരു മര്യാദ പൊതുസമൂഹം കാണിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയധികം വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. അത് ജോചേട്ടൻ അറിയാം, ഞാൻ പറയാൻ തന്നെ ജോചേട്ടന്റെ അല്ല. ഞാൻ പറഞ്ഞത് ഇപ്പം എന്നെ ആ സിനിമ കണ്ടിട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. എനിക്കും ആ ക്യാരക്ടർ ഇഷ്ടമാണ്, ആ വർക്ക് എനിക്ക് ഇഷ്ടമാണ്, ആ സിനിമ എനിക്ക് ഇഷ്ടമാണ്. ഇത് യാതൊരു തർക്കമില്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ആ സിനിമയോടുള്ള ഇതല്ല, ഇത് പേഴ്സണലി ഒരു സൗഹൃദത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ്. അത് ലിജോ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ആരാധനയും, അതുപോലെ തന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഹരീഷ് വായിച്ചു കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു എക്സൈറ്റ്മെന്റും ഉണ്ട് വായിച്ചപ്പോൾ. അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് അഭിനയിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ നടന്നൊരു കാര്യം, അത് ഫെസ്റ്റിവലിൽ വരുന്നു എന്ന്. ഏതാ? ഉറപ്പായിട്ടും ചെയ്യില്ലായിരുന്നു. കാരണം എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തെറിയെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ തെറിയ അതൊന്നുമല്ല വിഷയം. എനിക്ക് ഇപ്പം എന്റെ സ്വഭാവമല്ലല്ലോ, എന്റെ വീട്ടുകാര്, എന്റെ കുടുംബം, ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാ. സൊസൈറ്റി അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടിലെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണ്ടേ. അപ്പൊ അത് അവരെ എഫക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നുകൊണ്ടാണ് ഞാനിത് അന്നത്തെ ഇന്റർവ്യൂവിൽ അത് അഡ്രസ് ചെയ്ത് പോയത്. അത് ഭയങ്കരമായിട്ട് ഞാൻ ചെയ്തു എന്നുള്ള ലെവലില് വന്നു. പക്ഷെ അത് ഒരു കൂട്ടം ആളുകൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്ന് വെച്ചാലേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജീവിക്കുന്ന എന്റെ ഒരു സാഹചര്യത്തില് ഇപ്പൊ എന്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞാലും എനിക്കിതൊക്കെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ എന്നോട് എത്ര പേര് പറഞ്ഞിരിക്കുന്നു, നല്ല അസലായിട്ട് തെറി വിളിച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, കോംപ്ലിമെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് അതിലേറെ ഒരുപാട് പേര് അത് ചെയ്തതായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും ഒരു ഇന്റർവ്യൂവിൽ പോലും പറഞ്ഞിട്ടില്ല. ഇത് ഈ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എന്റെ മോൾ ഇങ്ങനെ പറഞ്ഞത്, എനിക്കത് കൊണ്ടത് കൊണ്ട് മാത്രം ആ ഇന്റർവ്യൂവിൽ പോയപ്പോൾ ഞാൻ അത് ഓർത്തു, ഞാൻ അവിടെ അത് പറഞ്ഞതാ. പക്ഷെ അത് പൈസ എന്റെ സാലറിന്റെ ഇപ്പൊ പോസ്റ്റ് ഇട്ടു, തീർച്ചയായിട്ടും ആ എഗ്രിമെന്റ് പുറത്തു വിടണം. കാരണം ഞാൻ അതിന് സമ്മതിച്ചു എന്ന് പറയുന്നത്. ഏതാ ഞാൻ പറയുന്നത്, നമ്മള് ഇപ്പൊ സിനിമ ചെയ്യുന്നത് ചിന്തിച്ചു ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ടുള്ള കാര്യം? റെക്കോർഡായി കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞ് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്താ വോയിസ് ഉള്ളത്? ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ഇവരുടെ അടുത്ത് ഇത് ഭയങ്കര ലാഭമായതിനു ശേഷം മാത്രമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പേര് പോലും ഞാൻ ഇതിലേക്ക് വലിച്ചേച്ച് കൊണ്ടുവരുന്നില്ല. ലിജോന്റെ പേര് പറഞ്ഞത് ലിജോ പേഴ്സണൽ ഇട്ടുകൊണ്ട് മാത്രമാണ്, അതല്ലാതെ എനിക്കിതില്ല. പിന്നെ എന്റെ സിനിമ പണി എന്നുള്ളൊരു സിനിമ കണ്ടിട്ട് എന്നോട് പോലും ചോദിക്കാതെ ഒരു ഗംഭീരമായ പോസ്റ്റ് ഇട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ലിജോ. ഞാൻ താങ്ക്ഫുള്ളാണ്. ഞാനിതൊരു വാഗ്വാദത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കാനോ വേണ്ടി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല, ഇത് വിഷയമായി ഇപ്പൊ എന്റെ മുഖം രക്ഷിക്കണമല്ലോ. ഞാൻ അതിനാണ് സമ്മതിച്ചതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് പുറത്തു വിടണം. വീണ്ടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ സങ്കടം മാറ്റണം. ഞാൻ വീണ്ടും അത് ചമ്മണ കേസാണല്ലോ. അതാണെന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ ഇതെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അത് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഏതാ അല്ലാതെ എഗ്രിമെന്റ് അധികം പുറത്തു വിട്ടിട്ട് നിങ്ങൾ വായിക്കുക. ഞാനിത് കൂടുതൽ തലത്തിലോട്ട് പോകുന്നില്ല, ഞാനൊരു ക്ലാരിഫിക്കേഷൻ. കാരണം വെച്ചാല് ഞാൻ പറയുന്നതല്ല, എനിക്ക് ഒരാളോട് സൗഹൃദം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സൗഹൃദമാണ്. അതൊരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ലിജോന്റെ അടുത്ത് എനിക്കൊരു വേഷം കിട്ടാൻ വേണ്ടിയിട്ട് ലിജോന്റെ അടുത്ത് ചിരിച്ചടിച്ച ഒരാളല്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരുടെ അടുത്തും. അപ്പൊ എനിക്കിത് പറയുന്നത് എനിക്ക് മാനസിക പ്രശ്നമുള്ള കേസാണ്. അത് അവരുടെ റൈറ്റ്സ് അല്ലേ, ഞാൻ എന്ത് പറയാനാ? എന്റെ കയ്യിൽ അതിന്റെ ഒരു റൈറ്റ്സ് ഇല്ലല്ലോ. ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൽ അഭിനയിച്ചു. ഞാൻ പറയുന്നത് എന്റെ കാര്യമാണ്. ഞാൻ അതുമായി സഫർ ചെയ്തിട്ടുള്ള എന്റെ പേഴ്സണൽ എന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ അതിനെങ്ങനെ കാണുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ ലൈഫിൽ നിന്നുകൊണ്ട് എനിക്കുണ്ടായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അത് അവർ എഗ്രിമെന്റ് ഉണ്ട്. ഞാനിപ്പം ഞാനത് കൂടുതൽ പോകണമെന്നില്ല. ഇപ്പൊ എന്തായാലും
എൻ്റെ ഒരു ക്ലിപ്പ് ഇട്ടല്ലോ 5 ലക്ഷം രൂപ എനിക്ക് കിട്ടിയെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാ ഞാൻ അത് ചെയ്യേണ്ടത് അതല്ല, ആ എഗ്രിമെന്റാ പുറത്തു വിടേണ്ടത്. എന്തിന്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എനിക്ക് ലിജോനോട് തോന്നിയിട്ടുള്ളത് സൗഹൃദമാണ്. അത് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് എനിക്ക് തോന്നിയ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തോന്നിയതാണ്. ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഞാൻ ഇനി വേറെ ഒരു സംസാരം പോലും ഇല്ല. ഇത് എന്തുകൊണ്ട് സംസാരിച്ചു വെച്ചാൽ ഇതൊരു അപ്പൊ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. എനിക്ക് ഒരു മറുപടി പോലും തന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഒരു എഗ്രിമെന്റ് ഉണ്ടല്ലോ, എഗ്രിമെന്റ് ഉണ്ടല്ലോ, നിർമ്മാതാക്കളുടെ സംഘടന ഫോമിൽ എഗ്രിമെന്റ് ഉണ്ട്, ഒരു ആർട്ടിസ്റ്റിന്റെ തുകയും കാര്യങ്ങളും. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് ജോയിച്ചോട്ടെ സൈൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിട്ടില്ല എന്ന് ജോയിച്ചോട്ടെ ഉറപ്പിച്ച് പറയാൻ കഴിയും. അല്ലല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഈ ചർച്ച, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇരുന്നിട്ട് പൈസയുടെ കണക്ക് സംസാരിക്കുന്ന ഒരു പരിപാടി ഇല്ല. ഞാൻ എന്നെ അറിയുന്നവർ മനസ്സിലാക്കും. ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലോ അത് പറയാൻ വന്ന ഒരാളായിട്ട് കാണരുത്. കാരണം നിങ്ങള് ഞാൻ പറയുന്നത് ഇത് ഡിസ്കസ് ചെയ്യുന്ന പൊതുസമൂഹം ഈ ഇന്റർവ്യൂ മൊത്തമായിട്ട് കേൾക്കണം. കാരണം എന്റെ അന്ന് ഞാൻ അഭിനയിക്കുന്നത് എന്താണ് ഏതാണെന്നുള്ളത് അത് അവിടെ ഉണ്ട്, അത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണത്. ആ സമയത്ത് വിവാദത്തിൽ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് മറുപടി പറയുകയായിരുന്നു ജോജു ജോർജ്. അതൊരു സാമ്പത്തിക തർക്കമോ പ്രതിഫലവുമായി ബന്ധപ്പെട്ട വിഷയമോ അല്ല. തനിക്ക് ചില മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫെസ്റ്റിവലിന് വേണ്ടി നിർമ്മിക്കുന്ന സിനിമ എന്നാണ് തന്നോട് പറഞ്ഞത്. തെറിയില്ലാത്ത വേഷം താൻ ഡബ്ബ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമടക്കം ജോജു ജോർജ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിൽ ഒരു കടലാസിലുള്ള രേഖയല്ലാതെ ഇതിൻ്റെ എഗ്രിമെൻ്റ്, ഈ പ്രതിഫലവുമായി ബന്ധപ്പെട്ടുള്ള എഗ്രിമെൻ്റ് പുറത്തുവിടാനും സംവിധായകനോട് ജോജു ജോർജ് പറയുന്നുണ്ട്. പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ SFIയുടെ പ്രതിഷേധം ഇപ്പോൾ സ്കൂളിലേക്ക് നടക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു സംഘർഷാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നു. പോലീസ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? വിദ്യാർത്ഥികൾ ഇതാ മതിൽ ചാടി കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. SFIയുടെ നേതൃത്വത്തിൽ ഉള്ള വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ മതിൽ ചാടി തൊട്ടപ്പുറത്തോട്ട് കടന്നിരിക്കുന്നത്. വലിയ പ്രതിഷേധം, പെൺകുട്ടികളടക്കമുള്ള ആളുകളാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. നേരത്തെ ASFന്റെ നേതൃത്വത്തിൽ ഗേറ്റ് തള്ളി തുറക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇതാ പെൺകുട്ടികളടക്കമുള്ള ആളുകളാണ് അതിന്റെ മുകളിലേക്ക് ചാടിക്കയറിയിരിക്കുന്നത്. വലിയ പ്രതിഷേധം ആ മേഖലയിൽ ഉണ്ട്. വലിയ പോലീസ് സന്നാഹം ഇവിടെ എല്ലാ മേഖലയിലും ഉണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. SFIക്കാരെ പോലീസ് ഗേറ്റിന് മുൻപിൽ ആയിരുന്നു തടഞ്ഞിരുന്നത്. ആ ഗേറ്റിന് മുൻപിൽ തടഞ്ഞ ആ സാഹചര്യത്തിൽ SFIക്കാർ തൊട്ടപ്പുറത്ത് മതിൽ ചാടി കടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ക്യാമറമാൻ രാജീവ് സേവ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. എന്തായാലും അതിനകത്തേക്ക് പെൺകുട്ടികളടുത്ത ആളുകളാണ് ഇപ്പോൾ. ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകുന്നത്. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആശിർ നന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ്, ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നത്. സ്കൂളിലേക്ക് SFIയുടെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. സ്കൂളിൻ്റെ മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമം SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. പോലീസ് അവരെ തടയാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഗുരുതരമായ ആരോപണമാണ് സ്കൂൾ അധികൃതർക്ക് നേരെ ഉയർന്നു വന്നിട്ടുള്ളത്. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണം എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അടക്കം ജില്ലാ ഭരണകൂടത്തിൻ്റെ അടക്കം അന്വേഷണം നടക്കുന്നുണ്ട്. അതിനിടയിലാണ് സ്കൂളിലേക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. എന്താണ് വിവരങ്ങൾ? പുതിയ വിവരങ്ങൾ എന്താണ് ശ്രീ? ഗേറ്റ് അടച്ചു. പക്ഷേ പ്രതിഷേധം അത് നേരത്തെ ASF പ്രവർത്തകർ 50-ൽ താഴെ മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് ഒരു 250-ഓളം വിദ്യാർത്ഥികൾ ഒരുമിച്ച് ഈ മതിൽ ചാടിക്കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ പൂർണ്ണമായി വിദ്യാർത്ഥികൾ അകത്താണുള്ളത്. കുറേയധികം വിദ്യാർത്ഥികൾ അകത്തുണ്ട്. പോലീസ് പരമാവധി സംയമനം പാലിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും തീർച്ചയായും നമ്മുടെ ദൃശ്യങ്ങൾ, അകത്തെ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറമാൻ രാജീവ് നൽകുന്നുണ്ട്. അകത്തെ ദൃശ്യങ്ങളാണ് ക്യാമറമാൻ രാജീവ് ഇപ്പോൾ നൽകുന്നത്. അവിടെ കുറെ വിദ്യാർത്ഥികൾ ഇരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം. ഇതിന് പുറത്ത് SFI നേതാക്കളും പോലീസും ചേർന്ന് വലിയ തോതിലുള്ള വാക്കേറ്റം നടക്കുന്നു. എന്തായാലും SFI പ്രവർത്തകർ പൂർണ്ണമായി അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഏതാണ്ട് 50ഓളം വരുന്ന പ്രവർത്തകർ ഇപ്പോൾ അകത്ത് പ്രവേശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നു. ഒരു കാരണവശാലും ആശിർ
ഭാരതാംബയ്ക്ക് നീതി ലഭിക്കാതെ പിറകോട്ട് പോകില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. SFI പ്രവർത്തകർ ഇന്നലെ SFIയുടെ നേതൃത്വത്തിലടക്കം വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. ഇന്ന് 2 മണിക്ക് രക്ഷകർത്താക്കളും യുവജന വിദ്യാർത്ഥി സംഘടന പ്രതിനിധികളും ചേർന്ന് മാനേജ്മെന്റുമായി ഒരു യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനു മുന്നോടിയാണ് SFIയുടെ ഒരു മാർച്ച് ഇവിടെ നടന്നത്. പോലീസ് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. റോഡിൽ ബാരിക്കേഡ് വെച്ച് തടയാൻ ശ്രമിച്ചു. SFI ജില്ലാ സെക്രട്ടറി വിപിൻ ഞങ്ങൾക്ക് അകത്തേക്ക് പോകണം, മുഴുവൻ വിദ്യാർത്ഥികളെയും അകത്തേക്ക് കയറ്റി വിടണമെന്ന ആവശ്യം ഉന്നയിച്ചു. പക്ഷേ പോലീസ് സമ്മതിച്ചില്ല. ഒടും തന്നെ പുറകിലുണ്ടായിരുന്ന പ്രവർത്തകർ അകത്തേക്ക് ഓടിക്കയറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. വീണ്ടും പ്രവർത്തകർ അകത്തേക്ക് തള്ളിക്കയറാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്തായാലും 50ഓളം വിദ്യാർത്ഥികൾ ഇപ്പോൾ അകത്ത് കയറി കഴിഞ്ഞു. അവരെ പോലീസ് തടഞ്ഞു വച്ചിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പോലീസ് സന്നാഹമുണ്ടായിരുന്നു. പക്ഷേ ഒരു ഭാഗം മതിൽ SFI പ്രവർത്തകർ പൊടുന്നനെ ചാടിക്കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ അകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ലാത്തി വീശുക എന്നതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഘട്ടത്തിൽ പ്രായോഗികമല്ല. കാരണം കുറച്ചധികം വിദ്യാർത്ഥികളുണ്ട്, കോളേജ് വിദ്യാർത്ഥികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അകത്തേക്ക് കയറുമെന്ന നിലപാടിൽ ഉറച്ചുറച്ചു നിൽക്കുകയാണ്. അവരിതാ വീണ്ടും വിദ്യാർത്ഥികൾ മതിൽ ചാടിക്കടക്കുമെന്ന സാഹചര്യമാണുള്ളത്. പെൺകുട്ടികൾ അടക്കമുള്ള ആളുകൾ ഈ മതിൽ ചാടിക്കടന്നിട്ടുണ്ട്. എന്തായാലും ഈ സ്കൂളിൽ ഇടിമുറികൾ അടക്കമുണ്ട് എന്നാണ് SFI നേതാക്കൾ മുദ്രാവാക്യം വിളിക്കുന്നത്. ഇതിനൊക്കെയുള്ള ഒരു ഇരയാണ് ഇത്തരത്തിൽ അസിർ നന്ദ എന്ന SFI നേതാക്കൾ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവരെ തടയുക എന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും SFI നേതാക്കൾ വീണ്ടും SFI നേതാക്കൾ തള്ളിക്കയറാനുള്ള ശ്രമം, ഗേറ്റിന് മുൻവശത്ത് തള്ളിക്കയറാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. SFIയുടെ നേതാക്കൾ ഗേറ്റിന് മുൻപിൽ തള്ളിക്കയറാനുള്ള ഒരു സംഘർഷഭരിതമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്താ അകത്തേക്ക് തള്ളിക്കയറാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ. പുറത്ത് വലിയ തോതിൽ സംഘർഷം, അകത്ത് കൂടുതൽ വിദ്യാർത്ഥികളെത്തി അകത്തേക്ക് പ്രവേശിക്കുന്നു. എന്തായാലും SFIയുടെ ജില്ലാ നേതാക്കളടക്കം പുറത്താണുള്ളത്. ഇവർക്ക് അകത്തേക്ക് പോകണമെന്നാണ് ഒരു ഘട്ടത്തിൽ പറയുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഴുവൻ ഫോഴ്സ് മുട്ടിക്കുളങ്ങരയിൽ നിന്നും അതുപോലെ തന്നെ ശ്രീശ്വരത്തു നിന്നും മണ്ണാർക്കാട് നിന്നും ഒക്കെ വന്ന ഫോഴ്സ് ഉണ്ട്. പക്ഷേ ഏതാണ്ട് 300ഓളം വരുന്ന SFI പ്രവർത്തകർ ഈ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും പിറകോട്ട് പോകില്ല എന്നൊരു നിലപാട് അവർ പറയുന്നു. ഇന്ന് യോഗത്തിൽ ചില നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും കൗൺസിലിംഗ് നൽകണം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ. ചെറിയൊരു സംഘർഷ സാധ്യത ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് തള്ളിക്കയറിയിട്ടുണ്ട് SFI പ്രവർത്തകർ. അവർ അവിടെ മുദ്രാവാക്യം മുഴക്കുകയാണ്. തിങ്കളാഴ്ചയാണ് ഈ ആശിർ നന്ദയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്കൂളിനെതിരെ മാനസിക പീഡനം ഉൾപ്പെടെ അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. ചില അധ്യാപകരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. കൂടുതൽ പേർക്കെതിരെ നടപടി വേണം, ഈ കടുത്ത നടപടിയിലേക്ക് കടക്കണം എന്നുള്ള ആവശ്യമാണ് SFIയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. നേരത്തെയും വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഈ വിഷയം ഉന്നയിച്ചുള്ള പ്രതിഷേധമൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് SFI പ്രവർത്തകർ തള്ളിക്കയറി. വാർത്തകളിലേക്ക് വീണ്ടും. പാലാ ബ്രില്യൻറ്റ് സ്റ്റഡീസ് സെന്ററിന് വീണ്ടും അഭിമാന നിമിഷം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഐസർ പ്രവേശന പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ പാലാ ബ്രില്യൻറ്റ് സ്റ്റഡീസ് സെന്റർ വിദ്യാർത്ഥിയായ ജസ്വിൻ കുര്യാക്കോസ് അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്ക് നേടി. 5 വിദ്യാർത്ഥികൾ ആദ്യ 100 റാങ്കിൽ ഇടം പിടിച്ചു. പാലാ ബ്രില്യൻറ്റ് സ്റ്റഡീസ് സെന്ററിന് വീണ്ടും അഭിമാന നിമിഷം. ഐസർ പ്രവേശന പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ ബ്രില്യൻറ്റ് സ്റ്റഡീസ് സെന്റർ വിദ്യാർത്ഥിയായ ജസ്വിൻ കുര്യാക്കോസ് അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്ക് നേടി. മികച്ച പരിശീലനവും കഠിനാധ്വാനവുമാണ് വയനാടുകാരനായ ജസ്വിൻ കുര്യാക്കോസിനെ ഈ അപൂർവ നേട്ടത്തിലെത്തിച്ചത്. വയനാട് പയ്യമ്പള്ളിയിലെ അധ്യാപക ദമ്പതിമാരായ ബോബിൻ ജോസിന്റെയും ബിന്ദു കെവിയുടെയും മകനാണ് ജസ്വിൻ കുര്യാക്കോസ്. മാന്നാനം KE സ്കൂളിൽ +2 പഠിക്കുന്നതിനൊപ്പമായിരുന്നു ബ്രില്യൻറ്റ് സ്റ്റഡീസ് സെന്ററിലെ എൻട്രൻസ് കോച്ചിംഗ്. തിരുവനന്തപുരം സ്വദേശിയായ ജോഷുവ ജെയ്സൺ അഖിലേന്ത്യാ റാങ്കിൽ 10ാം സ്ഥാനവും കേരളത്തിൽ 2ാം സ്ഥാനവും നേടി. അഖിലേന്ത്യാ റാങ്കിൽ 21ാം സ്ഥാനം നേടിയ കൗശിക് കൃഷ്ണ, അഖിലേന്ത്യാ റാങ്കിൽ 53ാം സ്ഥാനം നേടിയ ദിവിത് നായർ, 83ാം സ്ഥാനം നേടിയ നതാഷ രാജ്മോഹൻ എന്നിവരാണ് ആദ്യ 5 സ്ഥാനങ്ങളിൽ ഉൾപ്പെട്ട മറ്റുള്ളവർ. ആദ്യ 100 റാങ്കിൽ രാജ്യാന്തര തലത്തിൽ പാലാ ബ്രില്യൻറ്റ് സ്റ്റഡീസ് സെന്ററിൽ നിന്നുള്ള 5 വിദ്യാർത്ഥികൾ ഇടം നേടി. ആദ്യത്തെ 500 റാങ്കിൽ പാലാ ബ്രില്യൻറ്റ് സ്റ്റഡീസ് സെന്ററിൽ നിന്നുള്ള 30 വിദ്യാർത്ഥികളും ആദ്യത്തെ 1000 റാങ്കിൽ 50ഓളം വിദ്യാർത്ഥികളും ഇടം നേടി. ഈ വർഷം പുറത്തുവന്ന എല്ലാ പ്രവേശന ഫലങ്ങളിലും പാലാ ബ്രില്യന്റിന്റെ സമ്പൂർണ്ണ ആധിപത്യമാണ് പ്രകടമായത്. മികച്ച എൻട്രൻസ് പരിശീലന കേന്ദ്രമെന്ന ഖ്യാതി ഇതോടെ പാലാ ബ്രില്യൻറ്റ് സ്റ്റഡീസ് സെന്റർ വീണ്ടും ഊട്ടിയുറപ്പിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് 24.